വരുന്നു. അങ്ങനെയെങ്കിൽ പ്രധാനമായും നമുക്ക് ഇനിയിപ്പോൾ അറിയേണ്ടത് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമോ എന്നുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായി തന്നെ അത് ഔദ്യോഗികമായി കഴിയും. ഇനിയിപ്പോ നാളെ ചെറിയ പെരുന്നാളാകുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് ആഘോഷവും കാര്യങ്ങളും? ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തീർച്ചയായും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു. നാളെ ചെറിയ പെരുന്നാൾ, നാളെ ശവ്വാൽ 1. കഴിഞ്ഞ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ വ്രതാനുഷ്ഠാനം പൂർത്തിയായതോടുകൂടി കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാളാണെന്നുള്ള ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇനിയിപ്പോ എങ്ങനെയാ നാളത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? നാളത്തെ ആഘോഷം പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പെരുന്നാളിൻ്റെ ഒരു പെരുന്നാൾ അടിച്ചു പൊളിക്കണല്ലേ? എങ്ങനെ കുട്ടികളുടെ ആഘോഷം എങ്ങനെയാ നാളത്തെ? രാവിലെ ഇതാവൂല്ലേ? അങ്ങനെ നമ്മൾ ഉഷാറാക്കിയിട്ട് പള്ളിയിലൊക്കെ പോയി ഗംഭീരമായിട്ട്. പിന്നെ എങ്ങനെയൊക്കെ നാളത്തെ ആഘോഷം ഒന്ന് വന്നേ, എങ്ങനെയാ ആഘോഷങ്ങൾ? ആഘോഷം നമ്മൾ 29 നോമ്പ് നോറ്റ് കൊണ്ട് നല്ല ആഘോഷങ്ങളാണ്. അങ്ങനെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതിന് ഫലം ഉണ്ടായി. ഫലം ഉണ്ടായി. എങ്ങനെയാ പെരുന്നാളൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിയാ? വാങ്ങി. എന്താ പേരെന്താ? തമീം. നാളെ ഇപ്പൊ ഇനി പെരുന്നാൾ ആഘോഷമൊക്കെ ഇവിടെ ഈ സ്രാമ്പി പള്ളിയിൽ തന്നെയാണ്. ഇനി പെരുന്നാൾ അടിച്ചു പൊളിക്കണം അല്ലേ? മാസം കാപ്പാടും കണ്ടിന്. കാപ്പാടും കണ്ടു. കാപ്പാടും മാസപ്പിറവി കണ്ടു ആ ഭാഗത്ത് അല്ലേ? യെസ്, കാപ്പാട് മാസപ്പിറവി കണ്ടത് ആ ഭാഗത്താണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പൊന്നാനിയിലും കണ്ടിരിക്കുന്നു, കാപ്പാടും മാസപ്പിറവി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചെറിയ പെരുന്നാളാണെന്ന് ഔദ്യോഗികമായ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയേണ്ടതുണ്ട്.